ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്കയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? ഇന്ന് ഡിസ്ചാർജാ. ആ, അമ്മ അവളോട് സംസാരിച്ചോ? എന്നെ ചോദിച്ചോ അവള്? ഈ പഴയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? അമ്മ എന്താ ഒന്നും പറയത്തെ? വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഏത് തരത്തിലാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുള്ള പേടിയിലാണ് ഞാനും അമ്മയും. എന്താ ഏട്ടൻ കാര്യം പറ. എന്താന്ന് പറയട്ടാ. സൂര്യ ചോദിച്ചത് കേട്ടില്ലേ? കുറച്ചു മുമ്പ് ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക 3 മാസം ഗർഭിണിയാ. എന്തൊക്കെയാടാ ഈ പറയുന്നേ? അതെങ്ങനെ സംഭവിക്കാനാ? ശരിയാ അമ്മേ, ടെസ്റ്റുകൾക്ക് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? അതാ സുകുമാരി മുത്തശ്ശി പറയിപ്പിച്ചതായിരിക്കും. എന്ത് കുതന്ത്ര അവർക്ക് അറിയാത്തത്? അമ്മേ, പ്രിയങ്കയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നാണല്ലോ അവർ കരുതിയിരിക്കുന്നത്. അതിന് പകരം നമ്മളൊന്ന് പേടിപ്പിക്കണ്ടേ? വരുൺ, ഈ പറഞ്ഞ കാര്യം സത്യമാണെങ്കിലോ, അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിലോ? അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞു വളരുന്നുണ്ടെങ്കിൽ അവക്ക് ഓർമ്മ വരുമ്പോ അവളോട് തന്നെ ചോദിക്കട്ടെ. കുറെ കാലം നാടോടി കുടിലിൽ കഴിഞ്ഞല്ലേ, ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. മോളെ രാധികെ, നീ എന്താ ഇത് കേട്ടിട്ടൊന്നും പറയാത്തെ? ഞാൻ വീട്ടിലെ കാര്യം ആലോചിക്കാമേ. അച്ഛനും അമ്മയും ഇതറിയുമ്പോ അവർക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? എത്ര കാലമായിട്ട് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അച്ഛനും അമ്മയുടെ മുൻപിൽ എത്താൻ തുടങ്ങിയിട്ട്. എന്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചെന്നുള്ള സമാധാനത്തില ആ പാവങ്ങൾ ഇപ്പൊ കുറച്ചു നേരമെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങുന്നത്. പക്ഷെ സ്വന്തം മോളുടെ ഈ അവസ്ഥ അറിഞ്ഞ പിടിച്ചു നിൽക്കാൻ പറ്റും അവരെ കൊണ്ട്? മോളെ, ചില വേദനിപ്പിക്കുന്ന സത്യങ്ങള് ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. ബോധമില്ലാതെ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടി നടന്നപ്പോ എന്തെങ്കിലും പറ്റിപ്പോയതായിരിക്കും. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ഉള്ളില് നല്ല വിഷമമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശി, സുകുമാരി മുത്തശ്ശി ഇപ്പോഴും തർക്കിക്കുന്ന ഒരു കാര്യമുണ്ട്. നിയമപരമായി വരുണ്ട ഭാര്യയാണ് ആ പ്രിയങ്ക എന്ന്. അതിനുള്ള ശ്രമങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടതുമല്ലേ. ഒരു പക്ഷെ പ്രിയങ്കയുടെ വയറ്റി വളരുന്ന കുഞ്ഞ് വരുണ്ടതാണെന്നൊരു ആരോപണം എങ്ങനെ വന്ന? ഏട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നത്? ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടോ? വെറുതെ നാണം കെട്ട കാര്യങ്ങൾ സംസാരിക്കണ്ട. മോനെ, ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിൽ സുകുമാരി എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് നിനക്കറിയില്ല.